ഹായ് ഗൈസ്, നമസ്കാരം. ഇന്നിപ്പോൾ ജൂൺ 1 മഴക്കാലം തുടങ്ങി. ഈ സ്ഥലം കൊച്ചിക്കാർക്കെല്ലാം അറിയായിരിക്കും. ദിസ് ലൈക്ക് ഇൻഫോ പാർക്ക്, കാർണിവൽ ബിൽഡിംഗ് ആണിത്. സോ എനിക്കിന്ന് സംസാരിക്കാനുള്ളത് ആഗ്രഹങ്ങളെക്കുറിച്ചാണ്. ഞാൻ ആക്ച്വലി ആഗ്രഹത്തിന് പുറത്താണ് ഒരു കാർ വാഷ് ബ്രാൻഡ് കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തത്. ആഗ്രഹത്തിന് പുറത്ത് അത് മുന്നോട്ട് റണ്ണിങ് ചെയ്ത് കൊണ്ടുപോകും. നമ്മളൊരു ബിസിനസ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 100 പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. എല്ലാ ദിവസവും പ്രശ്നങ്ങളാണ്. ഇത് നേരിടാൻ തയ്യാറായവർ മാത്രം ഇത് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നുള്ളതാണ് ഓൺട്രപ്രണർഷിപ്പ് നമ്മളെ പഠിപ്പിക്കുന്നത്. 2 years ഓഫ് ബീങ് ആൻ ഓൺട്രപ്രണർ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വരുന്ന ഒരാൾക്ക് ഇറ്റ്സ് നോട്ട് ഈസി. നമുക്ക് ഡെയിലി പ്രശ്നങ്ങളാണ്. നമുക്ക് സ്റ്റാഫിങ് ചാലഞ്ച് വരും, ഓർഡർ ചാലഞ്ച് വരും. പക്ഷെ നമ്മളിങ്ങനെ നേരിടും. നമ്മൾ തോറ്റു കൊടുക്കാൻ റെഡി അല്ലല്ലോ. നമ്മളിങ്ങനെ നേരിടും അതിനെ. കൊച്ചിയിൽ കിടന്ന് ഇത്രയും കാർ വാഷ് കോമ്പറ്റീഷനുള്ള വണ്ടിപ്രാന്തന്മാരെ കൊച്ചിയിൽ കിടന്ന് നമ്മൾ വാട്ടർലെസ് ഉള്ള കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ടുകൾ, ഇത് വർക്കാവുമോ, അല്ലെങ്കിൽ നല്ല ചെളിയുള്ള കാർ എങ്ങനെ വർക്കാവും എന്നുള്ളത്. പക്ഷേ അതിന് ഉത്തരമാണ് 3000 കാർ വാഷ് നമ്മൾ വാഷ് ചെയ്തത്. എൻ്റെ കൂടെ നിന്ന സ്റ്റാഫുകൾ, എൻ്റെ ആദ്യത്തെ സ്റ്റാഫ് തൊട്ടുള്ള ഇതുവരെയുള്ള എല്ലാ സ്റ്റാഫുകളും, എൻ്റെ കൂടെ നിന്ന എല്ലാ കസ്റ്റമേഴ്സും. പക്ഷേ ഈ ബ്രാൻഡ് കൊച്ചിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു ബ്രാൻഡാണോ? എനിക്ക് തോന്നുന്നില്ല. സ്വന്തം ബ്രാൻഡായതുകൊണ്ട് പറയണല്ലോ. പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് നടത്തുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഫോം വാഷും സ്റ്റീം വാഷൊക്കെ ഉണ്ടെങ്കിലും ട്രൂ വാട്ടർലെസ് ആയിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ ഒരു വണ്ടി വാഷ് ചെയ്യുന്നുണ്ടായിരിക്കും ഇല്ല. കൊച്ചിയിൽ ഇങ്ങനത്തെ ഒരു ബ്രാൻഡുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനമുള്ള കാര്യമാണ്. എനിക്ക് സ്വന്തം ബ്രാൻഡ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, പക്ഷെ നമ്മുടെ രീതിയിൽ ഉള്ള ഒരു ബ്രാൻഡിന് ഇങ്ങനത്തെ ഒരു സ്പേസ് കൊച്ചിക്കാർ കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ളത് എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. ആക്ച്വലി ഞാനൊരു ഓൺട്രപ്രണർ അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു, ഞാൻ എന്തായാലും അവരെ സപ്പോർട്ട് ചെയ്തതാണ്. കാരണം ഇന്നത്തെ ഒരു ജനറേഷനിൽ കഷ്ടപ്പെട്ട് വരുന്നവർ ഒരുപാട് പേരുണ്ട്. അവർ ഒരു 9 to 5 ജോബ് എന്നുള്ളൊക്കെ ഉപരി എങ്ങനെയെങ്കിലും ഒരു സൈഡ് ഇൻകം ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കോളേജ് നേരെ ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഫാമിലി ബിസിനസ് ഉള്ളവർ അത് കണ്ടിന്യൂ ചെയ്യും. അല്ലാതെ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരും ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന ടൈമാണിപ്പോൾ. അതിൻ്റെ റിസ്കുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ വാഷ് തുടങ്ങിയ സമയത്ത് ഇതുപോലെയുള്ള പല ഓൺട്രപ്രണേഴ്സും എൻ്റെ കൂടെ തന്നെ കാർ വാഷ് തുടങ്ങിയവരാരും ഇന്നില്ല. അവരെല്ലാം ബ്രാൻഡ്സ് സ്റ്റോപ്പ് ചെയ്തു. ഡോർ സ്റ്റെപ്പ് കാർ വാഷ് തുടങ്ങിയവരൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് പോയി. എന്തുകൊണ്ടായിരിക്കും റീസൺ? പാഷനാണ് ഇഷ്യൂ. എനിക്ക് തോന്നുന്നു പെർസീവറൻസ് എന്നുള്ള വാക്കാണ് ഇഷ്യൂ. കാരണം നമുക്കൊരു ബ്രാൻഡിനോട് നമ്മൾ തന്നെ ബിൽഡ് ചെയ്തൊരു ബ്രാൻഡാണ്. നമുക്ക് അതിനൊരു ബേബിയാണ്. അത് ചിലപ്പോൾ വീഴും, ചിലപ്പോൾ കിടന്ന് കരയും താഴെ. നമ്മളതിനെ കൂടെ അതിനെ താഴെ വീണ അതിനെ പിടിച്ച് നടത്തിക്കണം, പിടിച്ച് എണീപ്പിക്കണം. അത് നമ്മൾ കൂടെ നിൽക്കണം. അതിൻ്റെ എപ്പോഴും അത് ഓടുക മാത്രമല്ല ചെയ്യണം. പല പ്രശ്നങ്ങളും ഉണ്ടാവും. വാഷി നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് സ്റ്റാഫിങ് ചലഞ്ചാണ്. വാഷിയുടെ ടെക്ക്, അതായത് ഞാൻ ബിൽഡ് ചെയ്ത ടെക്ക് ഇസ് ലൈക്ക്, എനിക്കൊരു ടെക്കിനോട് താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു കിടിലം വെബ്സൈറ്റ്, അതിൻ്റെ ബാക്കെൻഡിൽ വർക്ക് ചെയ്യണ മെറ്റീരിയൽസ്, അതിൻ്റെ ബാക്കെൻഡിൽ വർക്ക് ചെയ്യണ സോഫ്റ്റ്വെയർ എല്ലാം ഭയങ്കര കെയർഫുള്ളായിട്ട് ബിൽഡ് ചെയ്തെങ്കിൽ പോലും സ്റ്റാഫിങ് എന്നും ഒരു ചലഞ്ചാണ്. അതുകൊണ്ട് തന്നെ ഞാൻ റീലിട്ട പോലെ തന്നെ നമ്മൾ ജൂൺ 3 ബുധനാഴ്ച രാവിലെ 8 മണിക്ക് 25,000 രൂപ സാലറി ഉള്ള ഒരു ഫുൾ ടൈം കാർ വാഷ് ജോബാണ്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ജോബ്. ഒരു 2 വീലർ വേണം നിങ്ങൾക്ക് കൊച്ചിയിൽ. സാറ്റർഡേ സൺഡേ വർക്കിംഗ് ആണ്, കാരണം നമുക്ക് ആ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് ഉള്ളത്. പിന്നെ നമുക്ക് 4 പെയ്ഡ് ലീവ്സ് ഉണ്ട്. എന്ത് രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ റെഡി ആയിട്ടുള്ളൊരു ബ്രാൻഡ്. എന്ത് രീതിയിലും പൈസനെ കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യണം. 25,000 ഫിക്സ് സാലറിയാണ്. അതിൻ്റെ മുകളിൽ ബോണസ് എന്തായാലും കയറി വരും. ഒരു പാർട്ട് ടൈം ഒരു അൺഓർഗനൈസ് സെക്ടറിലുള്ള ജോബിന് ഇത്രയും നല്ലൊരു പാക്കേജ് കൊടുക്കുന്ന ജോബ് വരണമെന്ന് എനിക്കറിയില്ല. ഓക്കെ, പക്ഷെ എന്നാലും നമ്മൾ വിചാരിക്കേണ്ടത് നമുക്ക് എന്ത് പ്രോഫിറ്റ് കിട്ടുന്നോ അതിൻ്റെ ഒരു ശതമാനം സ്റ്റാഫിന് കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാം കൂടെ എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കണം എന്നുള്ളൊരു ചിന്തയില്ല. അത്രയും ഗ്രീഡി അല്ല വാഷ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ജോബ് നോക്കുന്നുണ്ട്, അവർ കഷ്ടപ്പെടാൻ റെഡിയാണ്, അവർക്ക് പാഷനേറ്റ് ആണ് എങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഒരു കൊച്ചിയിൽ നിന്ന് ഒരു മലയാളി നടത്തുന്ന ഒരു ബ്രാൻഡ്, ഒരു ന്യൂ കോൺസെപ്റ്റ്, വാട്ടർലെസ് കാർ വാഷ് എന്നുള്ള കോൺസെപ്റ്റ് 2024 ഫെബ്രുവരി 9 സ്റ്റാർട്ട് ചെയ്ത ഈ ബ്രാൻഡിന് ഇന്നിവിടം വരെ എത്തിയിരിക്കുന്നുണ്ട്. അതായത് ഒരുപാട് സ്ട്രഗിൾസിന് ശേഷം എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരു പാഷൻ എന്നുള്ളൊരു വാക്കുള്ളതുകൊണ്ട് മാത്രമാണ്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഇത്. പക്ഷേ ഈ ബ്രാൻഡിൻ്റെ കൂടെ തന്നെ വളരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്, വണ്ടികളോട് താല്പര്യമുള്ള വ്യക്തികൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം. ജോബ് ഇസ് അവൈറ്റിംഗ് യു. ഞാൻ ഇരു കൈ നീട്ടി സ്വീകരിക്കും ഒരു പാഷനുള്ള, എനർജിയുള്ള വ്യക്തികളെ. ഓക്കെ, അപ്പോൾ ജൂൺ 3 രാവിലെ 8 മണിക്ക് കാക്കനാട് എടച്ചിറയിലുള്ള ഫിറ്റ്നസ് സോൾ എന്നുള്ള കോംപ്ലക്സിൽ വെച്ച് നമുക്ക് കാണാം. ഓക്കെ, ശരി, ബൈ.